വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ഡേ ആണ്, വാഷിങ്ടൺ തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു സ്പൈ മ്യൂസിയം കാണാൻ വേണ്ടിയാണ്. വാഷിങ്ടൺ DC-യിലുള്ള സ്പൈ മ്യൂസിയം ആണ് നമ്മൾ കാണാൻ വേണ്ടി വരുന്നത്. അതെ, നമ്മുടെ കുട്ടി ബേബി ഉള്ളതുകൊണ്ട് ഞങ്ങൾ അധികം പുറത്തൂടെ പോകുന്നില്ല. എല്ലാം ഇതുപോലത്തെ ഇൻഡോർ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലും കാണുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ മ്യൂസിയത്തിൽ പോവാം. അതെ, ഞങ്ങളുടെ ഒരു അച്ഛനും കൂടി ഉണ്ട്, ഞങ്ങളുടെ ഫ്രണ്ടും കൂടി ഉണ്ട് കൂടെ. അപ്പം അതും ഒരു മോനും കൂടി ഉണ്ട്. അപ്പം നമുക്ക് അവരുടെ കൂടെ നമുക്ക് മ്യൂസിയത്തിൽ കയറാം. ഇവിടെ നമുക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്, സ്പൈ കാർഡ്. അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്യണം. ഇനി ഇത് സ്പൈ അണ്ടർ കവർ മിഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്കാൻ ചെയ്ത് വഴിയാണ് നമ്മളെല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അണ്ടർ കവർ മിഷൻ എന്താണെന്നുള്ളത് നമുക്കിവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുക. ഐഡൻറ്റിറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ പോകുന്നത് ബ്രീഫിംഗ് തിയേറ്ററിലേക്ക്. അവിടെ ചാരപ്രവർത്തനങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്ന വീഡിയോ മോർഗൻ ഫ്രീമാൻ്റെ വോയിസിലൂടെ നമുക്ക് കേൾക്കാം. ബ്രീഫിംഗ് കഴിഞ്ഞിറങ്ങുന്നത് ഒരു വലിയൊരു ഹാളിലേക്കാണ്. അവിടെ വർഷങ്ങൾക്ക് മുമ്പ് മുതലുള്ള സ്പൈ ഗാഡ്ജറ്റ്സ് വെച്ചിട്ടുണ്ട്. പിള്ളേർക്ക് ക്രിപ്റ്റോഗ്രാഫി ഈസിയായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗെയിംസ് ഇവിടെയുണ്ട്. കണ്ടാൽ സ്നേക്ക് ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്പൈ ഗാഡ്ജറ്റ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരു ഭിത്തിയുടെ അപ്പുറത്ത് നിന്ന് എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാനുള്ള ടെക്നോളജിയാണ് ഇത്. ഇവിടെ ഒരു മെക്കാനിക്കൽ പീജിയൻ ഉണ്ട്. 1914 മുതൽ 1918 വരെ ജർമ്മനിയെ സ്പൈ ചെയ്ത ഈ പീജിയൻ ക്യാമറ ഉപയോഗിച്ചാണ്. തുമ്പിയെ പോലെ ഇരിക്കുന്ന ഈ ഡ്രോൺ അത് കൺട്രോൾ ചെയ്യുന്ന പൈലറ്റിൻ്റെ വേഷം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത റൂമിൽ ചെല്ലുമ്പോൾ ഒരു സ്പൈ ഐഡൻറ്റിറ്റി പിക്ചർ AI ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സ്ക്രീനിൻ്റെ മുന്നിൽ ചെന്ന് നമ്മുടെ ഫോട്ടോ ആദ്യം എടുക്കണം. സ്ക്രീനിൽ തന്നെ നമുക്ക് നമ്മുടെ ഫേസ് എങ്ങനെ വേണമെന്ന് ചൂസ് ചെയ്യാം. Oh my god. What is that? This was my last one. Oh. അങ്ങനെ ഞാനും ട്രൈ ചെയ്തു. എനിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കി കിട്ടി. നമുക്ക് പുതിയ ഐഡൻറ്റിറ്റി ഇഷ്ടപ്പെട്ടാൽ ഫോണിലേക്ക് QR കോഡ് ഉപയോഗിച്ച് പിക്ചർ നമ്മുടെ ഫോണിലേക്ക് തന്നെ ഡൗൺലോഡും ചെയ്യാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ അച്ഛൻ ബില്ലി ചേട്ടായി. മോനും കൂടെയുണ്ട്. ഹലോ, ഞാൻ പോന്നു. ബസ്ലിയും കൂടെയുണ്ട്. ഒരു ഹായ് പറ. ആ ശരിയാണല്ലോ, മാച്ച് ചെയ്യാം. ബില്ലി ഇവിടെ കൊച്ചിനെ പിടിച്ചോണ്ട് നടക്കുകയാണ്. നമ്മൾ ജെയിംസ് ബോണ്ടിൻ്റെ സെക്ഷനിലോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ഗോൾഡൻ ഐയുടെ പിക്ചറൊക്കെ കാണാം. എല്ലാ ജെയിംസ് ബോണ്ടിൻ്റെയും പിക്ചേഴ്സും പോസ്റ്റേഴ്സും ഒക്കെ അതിന് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന ജെയിംസ് ബോണ്ടിൻ്റെ അതിനകത്ത് ജെയിംസ് ബോണ്ട് കാറുകളും അവരുപയോഗിച്ച ബോട്ടുകൾ അതുപോലെ തന്നെ സ്ലൈഡേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ കണ്ട ഒരു സിനിമയിൽ ജെയിംസ് ബോണ്ടിൻ്റെ മൂവിലുണ്ടായ ആ സിനിമയെ കണ്ടിട്ടുണ്ട്. ഇത് പണ്ടത്തെ മൂവിയിലെ ഒരു കാറാണ് ജെയിംസ് ബോണ്ടിൻ്റെ. ഈ കാർ 1974 സിനിമയിലെ കാറാണ്. ആ കാറാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഇവിടെ ഡൈ അനദർ ഡേ എന്ന് പറയുന്ന സിനിമ 2002 ഇറങ്ങിയ സിനിമയിൽ ഇന്ത്യയിൽ വെച്ച് ജെയിംസ് ബോണ്ടിൻ്റെ സീൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് ഷൂട്ട് ചെയ്ത് നമ്മുടെ ഓട്ടോറിക്ഷയാണ് അതിവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മൂവിയുടെ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അവർ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം ഇത് അതുപോലെയാണ് കേട്ടോ. നമുക്ക് ഓട്ടോറിക്ഷയുടെ ഇത് കാണാം, ഇന്ത്യയുടെ ഇത് ആസ്റ്റൺ മാർട്ടിൻ്റെ വണ്ടിയാണ്. ആസ്റ്റൺ മാർട്ടിൻ്റെ കോണ്ടമസ് റോസ് എന്ന് പറയുന്ന സിനിമയിലെ വണ്ടിയാണ്. ഇത് അതിനകത്ത് ഇടിച്ച സീനുകൾ പുറത്തിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇടിച്ച വണ്ടിയുടെ ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിലെക്കൂട്ട ഏഴംകൂട്ടം കാണുന്നുണ്ടോ? അത് ഉറങ്ങിയോ? ജെയിംസ് ബോണ്ട് ഇരുന്ന ഒരു സംഭവത്തിൻ്റെ അകത്ത് നമുക്ക് കയറി ഇരിക്കാൻ പറ്റും. ഇവിടെ വേറെ ഉണ്ട്, നമ്മുടെ ഫേമസ് എല്ലാവർക്കും അറിയുന്ന ഡൈ അനദർ ഡേ എന്ന് പറയുന്ന മൂവിയിൽ ഐസിൻ്റെ ഇവിടെ കറങ്ങുന്ന ഒരു ഫൈറ്റ് സീനുണ്ട് വണ്ടിയും കൊണ്ട്. ആ രണ്ട് തോക്ക് അപ്പുറത്തും ഇപ്പുറത്തും ബുള്ളറ്റൊക്കെ ആയിട്ട്. അതാണ് ഇത്. ആശാസിനും മോനും കൂടി ഇപ്പോൾ ഇറങ്ങുകയാണ്. ഇനി ഞങ്ങൾ മാത്രമേ ഇവിടെ ഒറ്റയ്ക്കുള്ളൂ. അപ്പം ഒരു ബൈ പറഞ്ഞേക്ക്. ഇനി ഇഷ്ടപ്പെട്ടോ മ്യൂസിയം? ഇഷ്ടപ്പെട്ടു? ബാക്കിയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും? എല്ലാവർക്കും ഇഷ്ടപ്പെടും? ഓക്കെ. അപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. കുറേ എല്ലാം കണ്ടു കഴിഞ്ഞ് മൊത്തം കണ്ടില്ല. ഇനി ഇവന് അധികം നേരം നിർത്തുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്കൈ മ്യൂസിയം കണ്ട് വെളിയിലിറങ്ങി. ഞാൻ സത്യം പറഞ്ഞാൽ അധികമൊന്നും കണ്ടില്ല. ഇവനെ കൊണ്ട് ഓടി ഓരോരോ ചെയറിൽ പോയിരിക്കുമായിരുന്നു. ഞാൻ പോയി കുറച്ചൊക്കെ കണ്ടു. ഇനി ഒരു ലെവലുണ്ടായിരുന്നു. ഇത് സെയിം തിങ് ഓവർ ആയതുകൊണ്ട് ഇവനെ കാണാൻ വേണ്ടി നിന്നില്ല. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഏതെങ്കിലും ഒരു മ്യൂസിയത്തിൽ നമ്മൾ പോകുന്നതായിരിക്കും. എന്തായാലും വെളിയിൽ കൂടെ പോകുന്നില്ല. സോ അടുത്തത് ഒരു മ്യൂസിയം തന്നെയായിരിക്കും. ഏതാണെന്ന് നോക്കിയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ഞങ്ങളൊരു ഇന്ത്യൻ കട കണ്ടപ്പോൾ അവിടെ നിന്ന് കയറി. അപ്പം അവിടെ ജസ്റ്റ് കയറി ഞങ്ങൾ ബിരിയാണിയാണെന്ന് പറയാം. ബിരിയാണി പോലത്തെ സാധനം തന്നെ. അതും ചില്ലി ചിക്കനും പഫർ ചിക്കനും ചിക്കൻ ടിക്ക മസാല അച്ചാർ ലാമ്പ് അതെല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. കഴിച്ചോ? അവിടെ എങ്ങനെ ഉണ്ടെന്ന്? പിക്കിൾ ഇഷ്ടപ്പെട്ടോ? ഓക്കെ. സെക്കൻഡ് ഡേ ആണ് അല്ലേ? ഡേ 2 വാഷിംഗ്ടൺ DC. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് പോകുമായിരുന്നു. ആയതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒന്ന് വന്ന് ഇറങ്ങി നമ്മുടെ വൈറ്റ് ഹൗസ് ഒക്കെ കണ്ട് കൊച്ചിനെ വെച്ചൊരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ഇറങ്ങിയതാണ്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ടും ചെയ്ത് ഞങ്ങൾ നേരെ വാഷിംഗ്ടൺ DCയിൽ വന്നു. അപ്പോൾ ഇവനെ കൊണ്ട് ഒന്ന് വാഷിംഗ്ടൺ DC ഇപ്പോൾ നല്ല വെതറാണ്, പാർക്കിംഗ് കിട്ടുന്നത്, ഫ്രീ പാർക്കിംഗ് കൂടി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് നമുക്കൊന്ന് പോകാം. അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരെ.
അങ്ങനെ ഞങ്ങൾ ഏടിനെയും കൊണ്ട് നടക്കുകയാണ്. അന്ന് വന്നപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് നമ്മൾ വാഷിംഗ്ടൺ DC കവർ ചെയ്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സ്കേറ്റിലൊക്കെ ഓടിപ്പോയതാണ്. ഇന്ന് സ്കേറ്റൊന്നും ഇല്ല, വേറെ സ്ട്രോളറിലുണ്ട്. ഇന്ന് സ്ട്രോളറിലാണ് ഞങ്ങളുടെ പോക്ക്. അതാണ് ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോഴുള്ള ഡിഫറൻസ് ഇല്ലേ. അങ്ങനെ നമുക്ക് വൈറ്റ് ഹൗസ് കാണാൻ പറ്റില്ല. അവിടെ കൺസ്ട്രക്ഷൻ നടക്കുക. എനിക്ക് തോന്നുന്നു പ്രസിഡൻ്റ് വന്ന് നിൽക്കാനുള്ള ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് തോന്നുന്നു അവിടെ ഫ്രണ്ടിൽ. അതുകൊണ്ട് ബോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവരെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ പഴയ ബ്ലോഗിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കുള്ളത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകാം. ഒബലിസ്കിന് അങ്ങോട്ട് പോകാം. ഇതൊരു വൈറ്റ് ഹൗസിന് ഉള്ളിലോട്ട് കയറുന്നതിൻ്റെതാണ്. അവിടെ ആദ്യം ആൾക്കാർ വന്നു കഴിഞ്ഞിട്ട് പട്ടീനെയും കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ച് അതിനൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അവർ കയറ്റി വിടുന്നത്. ട്രങ്കും എല്ലാം പൊക്കി നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം കയറ്റി വിടും. സോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ വൈറ്റ് ഹൗസിൻ്റെ പുറകെ കാണാൻ പറ്റും. ഇത് ഏറ്റവും ബാക്ക് ഇവിടെയാണ് നമ്മുടെ ഇത് വന്നിറങ്ങുന്നത്, മറ്റേ ഹെലികോപ്റ്റർ വന്നിറങ്ങുന്നത് മറൈൻ വൺ വന്നിറങ്ങുന്നത് ആ ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഫ്രണ്ടിൽ മൊത്തം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചു. കാരണം ഞങ്ങൾ ഓൾറെഡി ഇത് കവർ ചെയ്തിട്ടുണ്ട് നേരത്തെ. ഞങ്ങളുടെ പഴയ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാഷിംഗ്ടൺ DC മൊത്തം ഒരു സ്കീ ഞങ്ങൾ വന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ജസ്റ്റ് ഇവരെ ഒരു ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഇങ്ങോട്ട് വന്നാൽ. അപ്പോൾ നമുക്ക് ഇവരെ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ ജില്ലുവിന് ക്യാപിറ്റൽ ബിൽഡിങ്ങിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഇന്ന് ഓപ്പൺ അല്ല ക്യാപിറ്റൽ ബിൽഡിംഗ്, സൺഡേ ക്ലോസ്ഡ്. പക്ഷേ നമ്മൾ വേറൊരു ദിവസം മേ ബി നെക്സ്റ്റ് ഇയർ ആയിരിക്കും നമ്മൾ ക്യാപിറ്റൽ ബിൽഡിങ്ങിലേക്ക് വരുന്നുണ്ട്. ക്യാപിറ്റൽ ബിൽഡിംഗ് പിന്നെ വേറെ കുറച്ച് സംഭവത്തിലേക്ക് നമ്മൾ കയറാൻ വരുന്നുണ്ട്. ആ സമയത്ത് വരുമ്പോൾ ബാക്കിയുള്ളത് ചെയ്യും. അപ്പോൾ ഇന്ന് ക്യാപിറ്റൽ ഫ്രണ്ടിൽ പോയി പാർക്കിംഗ് കിട്ടുകയാണെങ്കിൽ ഫോട്ടോ എടുക്കും. ഞങ്ങളിതാ ഇവിടെ നിന്ന് പോവാണ്. ഫോട്ടോ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫോട്ടോസ് എടുത്തൊക്കെ കാണാം. നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ തിരിച്ച് പോയി ഫുഡ് എന്തെങ്കിലും കഴിക്കാം. അവിടെ ട്രക്ക് ഫുഡുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ആദ്യം ട്രക്ക് ഫുഡ് എന്തെങ്കിലും കഴിക്കാം അടുത്തുള്ളത്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ക്യാപിറ്റൽ ബിൽഡിങ്ങിലേക്ക് നോക്കി ഞങ്ങൾ നിർത്താൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഞങ്ങൾ പോകും. ഇന്ന് പിന്നെ തിരക്ക് കുറവാണ്. കാരണം ഇന്നലെ ഭയങ്കര മഴയും തണുപ്പുമായിരുന്നു. പക്ഷേ ഇന്ന് തണുപ്പുമില്ല, മഴയില്ല, ആൾക്കാരും കുറവാണ്. അതുകൊണ്ട് ഫുഡ് കിട്ടി. ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ്. ഇത് ചിക്കൻ ഓവർ റൈസും ജില്ലുവിൻ്റെ സാൻഡ്വിച്ചും. ജില്ലുവിനെ കാണുന്നില്ലല്ലോ, ജില്ലുവിൻ്റെ സാൻഡ്വിച്ചും. അങ്ങനെ ഞങ്ങളിതാ വണ്ടിയിൽ വന്ന് കയറി. ജില്ലു പുറകിലുണ്ട്. അവിടെ അപ്പുറത്ത് ഒബലിസ്കും ഇതെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ DC വിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു കരക് ചായ വാങ്ങി, ഒരു ക്യാപ്പിച്ചിനോയും വാങ്ങി. അപ്പോൾ കരക് ചായ നല്ല ടേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കരക് ചായ കുടിക്കുന്നത്. അപ്പോൾ അതും കുടിച്ച് ഒരു ക്യാപ്പിച്ചിനോയും വാങ്ങി. ഞങ്ങളിതാ 3.5 മണിക്കൂർ ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള യാത്ര തുടരുകയാണ്.